അസ്സലാമു അലൈക്കും. കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു കാരമൽ കസ്റ്റാർഡ് പുഡിങ്ങാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുന്ന ഒരു പുഡിങ്ങാണ്. നമ്മളിതിൽ ചൈന ഗ്രാസോ ജെലാറ്റിനോ ഒന്നും ചേർത്തിട്ടില്ല, മുട്ടയും ചേർത്തിട്ടില്ല. വേണമെങ്കിൽ നമുക്കിതൊരു മുട്ട ചേർത്തിട്ടും ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ ഉണ്ടാകുന്ന പാലും റവയൊക്കെയാണ് ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്കിനി നേരെ റെസിപ്പിയിലേക്ക് പോവാം. അതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ മടിക്കരുത്. ബിസ്മില്ലാ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മളെ പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള കാരമൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ചൂടായിട്ടുള്ള പാനിലേക്ക് ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ അത് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഒന്ന് കാരമലിൻ്റെ കളറായി തുടങ്ങുമ്പോൾ പിന്നെ നല്ല ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കാത്തതാണ് നല്ലത്. നമ്മൾ സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്താൽ സ്പൂണിലൊക്കെ പറ്റി പിടിക്കും. നല്ല കാരമലിൻ്റെ കളറായി തുടങ്ങുമ്പോൾ പിന്നെ നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മളെ പഞ്ചസാരയൊക്കെ നല്ല കാരമലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത്യാവശ്യം നല്ലൊരു കളറായി കിട്ടാൻ വേണം, എന്നാൽ കരിഞ്ഞു പോവുകയും ചെയ്യരുത്. ഇനി ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പാത്രം ഞാൻ നെയ്യോ ബട്ടറോ ഒന്നും യൂസ് ചെയ്തിട്ട് ഗ്രീസ് ചെയ്ത് എടുത്തിട്ടില്ല. നമ്മളെ പുഡിങ് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും, അങ്ങനെ സ്റ്റിക്കാവൊന്നുമില്ല. നമ്മൾ ഈ കാരമൽ സിറപ്പ് എല്ലാ സ്ഥലത്തേക്കും ഒന്ന് പെട്ടെന്ന് തന്നെ ചുറ്റിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് സെറ്റായി പോകും. ഇനി നമ്മളെ പുഡിങ്ങിന് ഒരു പാലിൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് 2 കപ്പ് പാല് ചൂടാക്കി എടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ആവശ്യമുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ കസ്റ്റാർഡ് പൗഡർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ഹോം മെയ്ഡ് കസ്റ്റാർഡ് പൗഡർ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലാദ്യം നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും പിന്നെ അതൊരു കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ യെല്ലോ ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതൊരു 1/2 ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മൾ ഹോം മെയ്ഡ് കസ്റ്റാർഡ് പൗഡർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന കസ്റ്റാർഡ് പൗഡറിൻ്റെ അത്ര ഒരു ക്വാളിറ്റി ഉണ്ടാവില്ലെങ്കിലും നമ്മളെ ഈ ഒരു റെസിപ്പിക്ക് ഇത് ധാരാളമാണ്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ കുറച്ച് വാനില എസൻസിൻ്റെ കുറവ് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂണും കൂടെ വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതാ നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുള്ള പാലിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരം അധികം വേണമെങ്കിൽ ഒരു 6-8 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ നമ്മളെ പാലൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് റവ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വറുത്ത റവയോ വറുക്കാത്ത റവ ഏതായാലും കുഴപ്പമില്ല. ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കട്ട പിടിക്കാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ തന്നെ നമ്മൾ റവയും കൂടെ ചേർത്ത് നമ്മളെ പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മളെ കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മളെ കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. കാരണം നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് സമയമായി, അപ്പോൾ അത് അടിയിലിങ്ങനെ ഊറിക്കിടക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അടുപ്പിൻ്റെ ചൂട് നന്നായിട്ട് കുറച്ച് കൊടുത്തതിന് ശേഷം കസ്റ്റാർഡ് പൗഡറും കൂടെ ഒഴിച്ച് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ. ഇനി ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് കുറുകി കിട്ടും. എന്നാലും നമ്മൾ 1 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നാലും ആ കസ്റ്റാർഡ് പൗഡറിൻ്റെ ഒരു റോ ടേസ്റ്റൊക്കെ, ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് പോയി കിട്ടുള്ളൂ. ഇപ്പോൾ അത് അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ചൂടോടെ തന്നെ നമ്മൾ നേരത്തെ കാരമൽ ഒഴിച്ച് വെച്ചിട്ടുള്ള പാത്രം ഉണ്ടല്ലോ, അതായത് നമ്മൾ പുഡിങ് റെഡിയാക്കാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ പാർട്ട് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് തട്ടി കൊടുത്തതിന് ശേഷം നമുക്കിത് നേരെ ആവിയിൽ വേവിച്ചെടുക്കാം. ഇത് നമുക്ക് ഒരു മൂടി കൊണ്ട് മൂടി കൊടുക്കാം, ഇല്ലെങ്കിൽ ആവിൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഇറ്റ് ഇതിൽ വെള്ളം കയറാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനി ഇത് മൂടിക്കൊടുത്ത് ഒരു 20-25 മിനിറ്റ് നന്നായിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം. ഞാൻ ഈ മൂടിൻ്റെ ഹോളൊന്ന് അടച്ചു കൊടുക്കുകയാണ്. ഇത് ആവിച്ചെമ്പിലാണെങ്കിൽ അങ്ങനെ വേവിച്ചെടുക്കാം കേട്ടോ. വെള്ളം വറ്റി പോകണില്ല എന്ന് ഉറപ്പ് വരുത്തണേ. അപ്പോൾ അതൊരു 25 മിനിറ്റ് നന്നായിട്ട് ആവിയിൽ വേവിച്ചെടുത്തതിന് ശേഷം ഞാൻ അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ചൂടോടെ നോക്കുമ്പോൾ ഒരു സ്റ്റിക്കിനെസ്സൊക്കെ തോന്നും. ചൂടാറിയാൽ അത് ശരിയായിക്കോളും. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. ഒരു 4 മണിക്കൂറെങ്കിലും തണുപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ പുഡിങ് പാത്രത്തിൽ നിന്ന് എടുത്ത് നമുക്കൊന്ന് കട്ട് ചെയ്തൊക്കെ നോക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് പാത്രത്തിൽ നിന്ന് എടുക്കാൻ പറ്റും കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ ഒന്ന് അടർത്തി കൊടുക്കുമ്പോൾ തന്നെ പാത്രത്തിൽ നിന്ന് വിട്ട് വരും.
ഇതിപ്പോൾ അത്ര അങ്ങോട്ട് തണുത്തിട്ടൊന്നുമില്ല കേട്ടോ. എനിക്ക് വീഡിയോ എടുക്കാനുള്ള തിരക്കും പിന്നെ കുട്ടിയൊക്കെ കഴിക്കാനുള്ള തിരക്കൊക്കെ ആയപ്പോൾ പെട്ടെന്ന് തന്നെ എടുത്ത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. നല്ലോണം തണുപ്പിച്ച് കഴിക്കുന്നത് തന്നെയാണ് ടേസ്റ്റ്. അപ്പോൾ എന്നെപ്പോലെ തീരെ ക്ഷമയില്ലാത്തവരൊക്കെ ആണെങ്കിൽ രാത്രി റെഡിയാക്കിയിട്ട് ഇത് തണുപ്പിക്കാൻ വെക്കുന്നതൊക്കെയാണ് നല്ലത്. കാരണം നമ്മളിത് ആവിയിൽ വേവിച്ചെടുത്തതിന് ശേഷം ചൂടാറാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇത് നല്ലോണം ചൂടാറിയാലേ പിന്നെ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ നമ്മൾ പുഡിംഗ് ഒന്ന് പ്ലേറ്റിലേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ ഉഷാർ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൈന ഗ്രാസോ ജെലാറ്റിനോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. നമ്മൾ കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്ന പുഡിങ്ങാണ്. പിന്നെ ഈ ഒരു കളറും ഭംഗിയൊക്കെ കണ്ടാൽ കുട്ടികൾക്ക് കഴിക്കാനും ഇഷ്ടമാവും. ഇനി മുട്ട ചേർക്കുന്നതിൽ താല്പര്യക്കുറവില്ലെങ്കിൽ നമ്മൾ കസ്റ്റാർഡ് പൗഡർ ചേർത്തതിന് പകരം ഒരു മുട്ട ഒന്ന് കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ആ ചൂടുള്ള പാലിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്, നേരെ ചൂടുള്ള പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ റവ കുറുക്കിയെടുത്തതിന് ശേഷം പാലൊന്ന് ചൂടാറിയതിന് ശേഷം മുട്ട കലക്കി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ ആവിയിൽ വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഈ കാരമൽ കസ്റ്റാർഡ് പുഡിങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇതിന് മുൻപ് നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒത്തൻറ്റിക് പാൽ ഉറപ്പിച്ചത്. അപ്പോൾ അതിലൊരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മുട്ട ചേർക്കാത്ത പുഡിങ് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.